കേരളം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക വിദ്യാഭ്യാസ സഭയുടെ പിതാവ്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പിതാവ് അഥവാ ഇസ്ലാം മതം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിയാണ്. ആ ബാഫഖ് തങ്ങളെ എത്ര വലിയ ആദരവായിരുന്നു ഇവിടുത്തെ RSSകാർക്കുണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു സഹിഷ്ണുത ഇതിനാണ് ഞങ്ങൾ ഇവിടെ ഒരു നൂലിൻ്റെയും സൂചിയുടെയും സിമ്പൽ വെച്ചിട്ടുള്ളത്. ഈ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകണം. അല്ലാതെ ഇരുട്ട് മുറിയിലിരുന്ന് യോഗം കൂടിയിട്ട് അന്യ സമുദായങ്ങളെ മേക്കെട്ട് കയറുന്ന സംസ്കാരമല്ല നമ്മുടെ നാട്ടിൽ വളരേണ്ടത്. ഈ പുസ്തകത്തിൽ തന്നെ ഒരു മനോഹരമായ സംഭവം പറഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു സംഭവം. ബഹുമാനപ്പെട്ട ബാഫഖ് തങ്ങൾക്ക് ഈ കോഴിക്കോടുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു സംഭവം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ട് വന്നാൽ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളായ ബാഫഖ് തങ്ങളും കെ സാഹിബും CH മുഹമ്മദ് കോയയും MK ഹാജിയും ഒക്കെ തങ്ങുന്ന ഒരു വീടുണ്ട്. വീട്ടുകാരൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരാ വീട്ടിൽ കയറും. അവിടെ ഒരു റൂം അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ നിസ്കരിച്ചും ദിക്ർ ചൊല്ലിയും സൊറ പറഞ്ഞും എല്ലാം കഴിഞ്ഞുകൂടും. വീട്ടുകാരൻ ഇല്ലെങ്കിൽ അദ്ദേഹം വരുന്നത് വരെ കാത്തിരിക്കുന്ന അവർക്ക് വീട്ടുകാർ ചായയും പലഹാരങ്ങളും തയ്യാറാക്കി കൊടുക്കും. ആരുടേതാണ് ഈ വീടെന്നറിയുമോ? കോഴിക്കോട്ടെ പ്രമുഖ ബിഷഗ്വരൻ ഡോക്ടർ CK രാമചന്ദ്രൻ്റേത്. മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ചായയും പലഹാരവും തയ്യാറാക്കി കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ചിത്രയും. എന്താണ്? ഡോക്ടർ CK രാമചന്ദ്രന്റെ വീട്ടിൽ ഒരു റൂം. ആർക്ക്? ബാഫഖ് തങ്ങൾക്കും കെ സാഹിബിനും MK ഹാജിക്കും ഒക്കെ. എന്താ പരിപാടി? അവിടെ ഇരുന്നാൽ കയറി നിസ്കരിക്കുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. ആരാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്? CK രാമചന്ദ്രന്റെ ഭാര്യ ചിത്ര. നോക്കൂ നിങ്ങൾ, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ഉദാത്തമായ ഭാഷയാണിത്. നമ്മൾ സംഭവം മനസ്സിലാക്കണം. നമ്മൾ മനുഷ്യ മനസ്സുകൾ അകന്നു പോയി. അതിന് കാരണം ഈ ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ എന്നെ പോലെയുള്ള ആളുകൾക്ക് പിൽക്കാലത്ത് കഴിഞ്ഞില്ല എന്നതാണ് ഇതിന്റെ പരമാർത്ഥം. ഇങ്ങനെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് വളർന്നു വരാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇതിലൊരു ബാക്കി പറയുന്നുണ്ട്. CK രാമചന്ദ്രനും മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിൽ സുദൃഢമായ ബന്ധമായിരുന്നു. അവർ കണ്ടുമുട്ടിയാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ചർച്ച ചിലപ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. ഒരു ദിവസം ബാഫഖ് തങ്ങളും കെ സാഹിബും ഡോക്ടറുടെ വീട്ടിലെത്തി. ചായ കുടി കഴിഞ്ഞു. കെ സാഹിബിനെ അവിടെ നിർത്തി ബാഫഖ് തങ്ങൾ ഒറ്റയ്ക്ക് പുറപ്പെട്ടു. മലപ്പുറം ഭാഗത്തേക്കാണ് തങ്ങൾ പോകുന്നത്. അവിടെ അങ്ങാടിപ്പുറം തളിക്ഷേത്ര പ്രശ്നം വലിയൊരു സംഘർഷത്തിനിടയാക്കിയിട്ടുണ്ട്. ക്ഷേത്ര സന്നിധിയിൽ ശ്രീ കേളപ്പൻ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. ഹൈന്ദവ സമൂഹം ഒന്നടങ്കം ശ്രീ കേളപ്പന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. മറുഭാഗത്ത് ക്ഷേത്രത്തിനടുത്തുള്ള പള്ളിയിൽ മുസ്ലിങ്ങളും സംഘടിച്ചിട്ടുണ്ട്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥ. അങ്ങാടിപ്പുറത്ത് ചെന്നാൽ കാണാം, അപ്പുറത്ത് ക്ഷേത്രം, ഇപ്പുറത്ത് പള്ളി. അവിടെ മുമ്പ് ക്ഷേത്രമില്ല. പിന്നെ ബാഫഖ് തങ്ങൾ മദ്യം പറഞ്ഞ് ക്ഷേത്രം ഉണ്ടാക്കിയതാണ്. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിന്റെ പടിപ്പുരകെത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് ആരാ ഓടിയെത്തിയത്? ആ സമാധാന സന്ദേശത്തെ ഏറ്റെടുത്ത പിൽക്കാലത്തെ അവിടുത്തെ മരുമകനും അനുയായിയും നേതാവും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റഹ്മഹുല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം. ശ്രീ കേളപ്പൻ നിരാഹാരം, ഹൈന്ദവ സമൂഹം ഒന്നടങ്കം കേളപ്പന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. മറുഭാഗത്ത് ക്ഷേത്രത്തിനടുത്തുള്ള പള്ളിയിൽ മുസ്ലിങ്ങളും സംഘടിച്ചിട്ടുണ്ട്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥ. ഒരു തീപ്പൊരി വീണാൽ മതി ഒന്നായി ആളിക്കത്താൻ. ഈ സംഘർഷ മേഖലയിലേക്ക് സമാധാന ദൂതനായിട്ടാണ് ബാഫഖ് തങ്ങൾ പോകുന്നത്. ഡോക്ടർ രാമചന്ദ്രനോട് ബാഫഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ മഹത്തായ ദൗത്യ നിർവഹണത്തിന് കേളപ്പനെ കാണുവാൻ പോവുകയാണ്. തളിക്ഷേത്ര പ്രശ്നം ഇന്ന് രമ്യമായി പരിഗണിക്കണം. അതിൽ വിജയിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഇതും പറഞ്ഞ അങ്ങാടി പുറത്തു പോയ തങ്ങൾ പാണക്കാട്ട് പൂക്കോയ തങ്ങളെയും കൂട്ടി രണ്ട് സമുദായത്തിന് യോജിക്കാവുന്ന ഒരു ഫോർമുല തയ്യാറാക്കി പ്രശ്നത്തിന് പരിഹാരം കണ്ടു. എന്താ ഫോർമുല? എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് പോകാനുള്ള മാന്ത്രിക ശക്തിയുള്ള ഈ രണ്ട് നേതാക്കളും മുസ്ലിം പക്ഷത്തുള്ളവരെ കണ്ടു. ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആരാധന ചെയ്യാൻ നാം എതിർ നിൽക്കേണ്ടെന്നും അവരുദ്ദേശിച്ച സ്ഥാനത്ത് തന്നെ ക്ഷേത്രം നിർമ്മിച്ചു കൊള്ളട്ടെ എന്നും സമ്മതിപ്പിച്ചു. ഇരു സമുദായത്തിന്റെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കി. ആരാണ് ഉണ്ടാക്കിയത്? മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ. ആ മനുഷ്യനാണ് കേരളത്തിലെ ഖുർആനിക പ്രചാരണത്തിന്റെ ആധുനിക പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ് ഈ ഖുർആന്റെ സന്ദേശം?
കേസ് വിസ്തരിച്ച് തീരുമാനം കൽപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും സമുന്നതനായ ആളായിരുന്നു ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ. ന്യായാധിപനായ പൂക്കോയ തങ്ങളെ കുറിച്ച് ഹൈന്ദവനായ TV രാമൻ അനുസ്മരിക്കുന്നത് പൂക്കോയത്തങ്ങൾ നിയമജ്ഞനായിരുന്നില്ല, പക്ഷേ സത്യത്തിനും നീതിക്കുമെന്നും അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ചു. അദ്ദേഹം വിദഗ്ധനായ ഒരു മധ്യസ്ഥനായിരുന്നു. അതായത് ജനകീയ കോടതിയിലെ ജഡ്ജി, വാദിക്കും പ്രതിക്കും സ്വീകാര്യമായിരിക്കും അദ്ദേഹത്തിന്റെ വിധി. രണ്ടുപേർ ഒരിക്കൽ പാണക്കാട്ട് കൊടപ്പടത്തിൽ ഭവനത്തിലെത്തി. ഒരാൾ മുസ്ലിമും മറ്റൊരാൾ ഹിന്ദുവുമായിരുന്നു. ഗ്രസ്തമായ മനസ്സുമായി ഉലാത്തുകയായിരുന്നു പൂക്കോയത്തങ്ങൾ. പരിപക്വമായ ആ മുഖത്ത് ശാന്തത കളിയാടിയിരുന്നു. ഒരാൾ ഹിന്ദു, ഒരാൾ മുസ്ലിം, രണ്ടാൾ വീട്ടിൻ്റെ വളപ്പിൻ്റെ അതിർത്തിയിൽ തമ്മിലൊരു ചെറിയ തർക്കമുണ്ടായി. തീർക്കാൻ വേണ്ടി രണ്ടാൾക്കും വരാനുള്ള പൂക്കോയത്തങ്ങൾ തന്നെയാണ്. അവിടെ ഖുർആന്റെ തീരുമാനം പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഖുർആൻ എന്തിൻ്റെ നിദർശനമായിരുന്നു എന്ന് ചിന്തിക്കണം. പാണക്കാട്ടെ തീരുമാനം ഖുർആനിലാവില്ലല്ലോ, ഖുർആന്റെ തീരുമാനമല്ലേ അവിടുന്ന് പറയൂ. പ്രത്യേകിച്ച് ഒരു മുസ്ലിമും ഹിന്ദുവും. ഇനി അവിടുന്ന് വന്ന തീരുമാനം നോക്കുക. ആദ്യം വന്നയാൾ അന്യായം അവതരിപ്പിച്ചു, എല്ലാം സശ്രദ്ധം കേട്ടു. പ്രതികളുടെ പ്രസ്താവനയും അദ്ദേഹം താല്പര്യത്തോടെ കേട്ടു. കേസ് സ്വത്ത് സംബന്ധമായിരുന്നു. രണ്ടയൽപ്പക്കക്കാർ തമ്മിലുള്ള അതിർത്തി തർക്കം. ഒരാൾ വേലി കെട്ടുമ്പോൾ അപരന്റെ പറമ്പിന്റെ അതിർത്തി കുറെ അപഹരിച്ചു. ഈ നടപടി കുറെ വർഷങ്ങളായി തുടർന്നു വരുന്നു. ഇപ്പോൾ അന്യായക്കാരന്റെ പറമ്പിന്റെ കാൽഭാഗം പ്രതി കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കയ്യൂക്കുള്ള പ്രതിക്കെല്ലാം കൊണ്ടും അവശനായ അന്യായക്കാരനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ടുപേരെയും വാദം കേട്ട ശേഷം കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. പൂക്കോയത്തങ്ങൾ തൻ്റെ വിശ്വസ്തനായ രണ്ടാളെ പറഞ്ഞയച്ചു. അടുത്ത ദിവസം തന്നെ രണ്ടുപേരും തൻ്റെ കോർട്ടിലേക്ക് വിളിപ്പിച്ചു. ഒരു ജഡ്ജിയെ പോലെ അദ്ദേഹം വീണ്ടും കേസ് കേട്ടു. പ്രതിക്ക് യാതൊരു പരിഭവം വരാത്ത വിധത്തിൽ പ്രതി കുറ്റക്കാരനാണെന്നും അന്യായമായി കൈവശപ്പെടുത്തിയ അന്യായക്കാരൻ്റെ ഭൂമി വിട്ടുകിട്ടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ രണ്ടയൽപ്പക്കക്കാരെയും സൗഹാർദ്ദത്തിൻ്റെ പൊന്നൂലിഴയിൽ അദ്ദേഹം പിടിച്ചുകെട്ടുക തന്നെ ചെയ്തു. രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് പുഞ്ചിരിയുമായിട്ടാണ് പാണക്കാട് പറമ്പ് വിട്ടത്. സ്വത്ത് കാര്യം തീരുമാനമായപ്പോൾ യാഥാർത്ഥ്യം പറഞ്ഞത് ഹിന്ദുവും അയാഥാർത്ഥ്യം പറഞ്ഞത് മുസ്ലിമുമായിരുന്നു. അതുകൊണ്ട് ഹിന്ദുവിന് അനുകൂലമായി വിധി കൽപ്പിച്ചു. ആര്? മുസ്ലിം ഉമ്മത്തിന്റെ ഖുർആൻ കൊണ്ട് വിധി പറഞ്ഞ ഏറ്റവും വലിയ ജഡ്ജി. ഇതാണ് മാനവികതയുടെ ഏറ്റവും വലിയ പ്രതീകമായ ഈ ഉമ്മത്തിന്റെ മറ്റൊരാൾ, മഹാനായ സയ്യിദ് PMS പൂക്കോയ തങ്ങൾ. നാം ചിന്തിക്കണം. ഇങ്ങനെ ധർമ്മത്തിന്റെയും നീതിയുടെയും ഒക്കെ പട്ടിക നീണ്ടു പോവുകയാണ്. നാം ചിന്തിക്കണം. ഈ കാണുന്നത് ഇത് കേരള മുസ്ലിം ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. നാം ആലോചിക്കേണ്ട ഒരു സാമൂതിരിയും മുസ്ലിമീങ്ങളും കീഴ്പ്പെടുന്ന മട്ടിൽ നിന്ന് സൈനിക ശക്തിയുമായി വന്ന അൽ ബുക്കർക്ക് മനസ്സിലായി. നീണ്ട കാത്തിരിപ്പിന് ശേഷം ജനുവരി 3-ാം തീയതി പത്തേമാരി കല്ലായി അഴിമുഖത്തിലൂടെ കല്ലായിപ്പുഴ വഴി കോഴിക്കോട് പട്ടണം ആക്രമിക്കുകയും വളരെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. നാഹൂര മിസ്കാൽ പണിത കുത്തിച്ചിറയിലെ മിസ്കാൽ പള്ളി പോർച്ചുഗീസുകാർ കത്തിച്ചു. കൂട്ടത്തിൽ പറയട്ടെ, ആ പോർച്ചുഗീസുകാരുടെ കൊടിയും വെച്ചാണ് നമ്മളെ കുട്ടികൾ ഈ പ്രാവശ്യം പന്ത് കളി ആഘോഷിച്ചത് എന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒരുമിച്ചടരാടിയത് ഈ പോർച്ചുഗീസുകാർക്കെതിരായിരുന്നു. ആ പോർച്ചുഗീസുകാരാണ് കോഴിക്കോട് നശിപ്പിക്കാൻ വേണ്ടി വന്നത്. ആ പോർച്ചുഗീസുകാരുടെ കൊടിയും വെച്ചാണ് ഇതാ പറങ്കിപ്പട്ടാളം വരുന്നു എന്ന അഭിമാനത്തോടുകൂടെ നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരടക്കമുള്ളവർ ഇപ്പോൾ തോരണം തൂക്കിയത് ശൈത്താൻ വീണ്ടും വിജയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നാഹൂന മിസ്കാൽ പണിത കുറ്റിച്ചിറയിലെ മിസ്കാൽ പള്ളി കത്തിച്ചു. സാമൂതിരിയുടെ കോവിലകം കൊള്ള ചെയ്തു. മുസ്ലിമീങ്ങളും നായർ പടയാളികളും അവരെ നേരിട്ടു. അൽ ബുക്കർക്കടക്കം നിരവധി പോർച്ചുഗീസ് പട്ടാളക്കാർ പരിക്കുകളോടെ പുറം കടലിൽ നിർത്തിയിട്ട കപ്പലിലേക്ക് രക്ഷപ്പെട്ടു. മിസ്കാൽ പള്ളിയുടെ മുൻവശത്ത് കടപ്പുറത്ത് നടന്ന പോരാട്ടത്തിൽ 500ഓളം മുസ്ലിം നായർ പട്ടാളം പോർച്ചുഗീസ് പട്ടാളത്തെ എതിരിട്ട് പള്ളി രക്ഷിച്ചു. ആര്? നായന്മാര്. ആരാണ് പള്ളി രക്ഷിച്ചത്? കോഴിക്കോട്ടെ നായന്മാർ മിസ്കാൽ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി സഹകരിച്ചു. കേരള ചരിത്രത്തിന്റെ മാനവികതയുടെ സത്യസാക്ഷ്യം ഉത്തമമായ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ അനവധി സംഭവങ്ങൾ കാണാവുന്നതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ശിപായി ലഹള ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച 2 സമുദായങ്ങൾ എന്ന പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ശിപായി ലഹളയിൽ